ഒരു വർഷം BJP PR മാനേജ്മെന്റിന് വേണ്ടി ചെലവഴിക്കുന്ന തുക എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? 1200 കോടി രൂപയാണ് ഒരു വർഷം PR മാനേജ്മെന്റിന് വേണ്ടി മാത്രം NDA സർക്കാർ ഈ രാജ്യത്ത് ചെലവഴിക്കുന്നത്. അതിൽ 43%, ഏകദേശം 60 കോടി രൂപ ആർക്കാ നൽകുന്നതെന്നറിയാമോ? ദിനപത്രങ്ങൾക്ക്, ചാനലുകൾക്ക് വേറെ. 600 കോടി രൂപ ഈ രാജ്യത്തെ ദിനപത്രങ്ങൾക്കായി PR മാനേജ്മെന്റിന് വേണ്ടി BJP നൽകുന്നു. അപ്പോ നമ്മൾ പറയും, ഈ പത്രങ്ങളൊക്കെ ആരെങ്കിലും വായിക്കുന്നുണ്ടോ? ഉണ്ടെന്നേ. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ കേരളത്തിലുള്ള പോലെയല്ല, ഉത്തരേന്ത്യയിലെ അവസ്ഥ എൻറ്റോർലി ഡിഫറെന്റ് ആണ്. കാരണം ഈ പറയുന്നത് പോലെ ഞാൻ ഈ വിഷയമായതുകൊണ്ട് മാത്രം ഇന്ന് കേരളത്തിലേക്ക് വന്നത്, ഇന്ന് ഈ വിഷയം സംസാരിക്കണം. കാരണം മാധ്യമ നൈതികതയെക്കുറിച്ച് ഈ രാജ്യത്തെ ഭരണകൂടം ഈ രാജ്യത്തെ ജനങ്ങളോട് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് എന്താണ്, മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് എന്ന് പറയാൻ കിട്ടുന്ന എല്ലാ വേദികളും ഉപയോഗപ്പെടുത്തണം എന്നത് തീരുമാനം തന്നെയാണ്. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ വിഷയം സംസാരിക്കാനായി ഞാനിവിടെ വന്നത്. പക്ഷേ ഈ വിഷയം സംസാരിക്കുന്ന സമയത്ത് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കഴിഞ്ഞ കുറച്ചധികം കാലമായി ഔദ്യോഗിക പരിപാടികളുടെ ഭാഗമായി അല്ലെങ്കിൽ ഔദ്യോഗിക ജീവിതത്തിന്റെ ഭാഗമായി ഉത്തരേന്ത്യ മുഴുവൻ സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ പറയുന്ന മോദി വിരുദ്ധതയെ ഒന്നും തന്നെ ഒരു തരത്തിലും ഈ ഉത്തരേന്ത്യയിൽ ഒരു രീതിയിലും അഫക്ട് ചെയ്തിട്ടില്ല. അവിടെയുള്ള ജനങ്ങൾ ഇപ്പോഴും കരുതിക്കൊണ്ടിരിക്കുന്നത് ഈ പറയുന്നത് പോലെ ഇങ്ങനെ ഒന്നുമല്ല, മോദിയാണ് വികസന നായകൻ എന്ന് തന്നെയാണ്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഈ പല ഇടങ്ങളിലും നമ്മൾ ചില പോസ്റ്ററുകൾ കണ്ടു. കാരണം PM യോജന, പ്രധാനമന്ത്രി യോജന വഴി ഇത്ര സംഭവങ്ങൾ ആളുകൾക്ക് കിട്ടി, ഇത്ര വീടുകൾ കിട്ടി, അല്ലെങ്കിൽ ഇത്ര ലോണുകൾ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ക്യാമ്പയിൻ നമ്മുടെ കേരളത്തിലും കണ്ടു. ഞാൻ കേരളത്തിലും പല ഇടങ്ങളിലും ഈ പറയുന്ന പോസ്റ്ററുകൾ കണ്ടിട്ടുണ്ട്. വലിയ ഹോർഡിങ്സ് വെച്ചിട്ടുണ്ട് പല ഇടങ്ങളിലും. അത് ഉത്തരേന്ത്യയിൽ സജീവമായി വെച്ചിരുന്നു. അന്ന് ഒരു മാധ്യമം പോലും എന്താണ് ഇതിന്റെ വസ്തുത എന്ന് അന്വേഷിക്കാൻ തുനിഞ്ഞിറങ്ങിയിട്ടില്ല. പക്ഷേ ന്യൂസ് ലോണ്ടറി എന്ന് പറയുന്ന നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്ന ഒരു ഓൺലൈൻ മാധ്യമം ഇതിനു വേണ്ടി എന്താണ് ഇതിലെ വസ്തുത എന്ന് അറിയാൻ വേണ്ടി അന്വേഷിച്ചിറങ്ങി. എന്താണ് അവർ കണ്ടെത്തിയതെന്നറിയാമോ? ഇതൊരു സെറ്റ് ടേക്കാണ്. അതായത് ഈ ഹോർഡിങ്ങിൽ ഉണ്ടായിരുന്നത് ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയുടെ പദ്ധതി വഴി ഞങ്ങൾക്ക് ഒരു വീട് കിട്ടി, ഞങ്ങളുടെ പണ്ടത്തെ വീട് ഈ ഒരു കുടിലായിരുന്നു, ഇപ്പോഴത്തെ വീട് ഇത്ര വലിയ വീടാണ്. ഇതാണ് സംഭവം. ഈ പരസ്യത്തിൽ കാണിച്ചിരിക്കുന്ന സ്ത്രീയെ അന്വേഷിച്ചു പോയി ന്യൂസ് ലോണ്ടറിയുടെ മാധ്യമ സംഘം. അവിടെ ചെന്ന് ചോദിക്കുമ്പോഴാണ്, അല്ല ഞങ്ങൾ ഇവിടെ തന്നെയല്ലേ ജീവിക്കുന്നേ, ഇത് തന്നെയല്ലേ ഞങ്ങളുടെ വീട്. അതവർ ചിത്രീകരിച്ചു. എന്നിട്ട് തൊട്ട് പിന്നാലെ എന്താ സംഭവിച്ചെന്നറിയോ? അവർക്കെതിരെ ഇപ്പോഴും അത് ഡിഫമേഷൻ കേസ് ഉണ്ട്. എന്തിനാണ് ഡിഫമേഷൻ? അതായത് അവർ ആ വസ്തുത പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അപകീർത്തി കേസ് ഉണ്ടാവുകയാണ് മാധ്യമങ്ങൾക്കെതിരെ. ഈ രാജ്യത്ത് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയാണ് എങ്കിൽ, നിങ്ങൾ ഒരു ഭരണകൂടത്തിന്റെയും വക്താക്കളാകാൻ തീരുമാനിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് ചെറുതൊന്നുമായിരിക്കില്ല. അത് ദ വയർ, ക്വിന്റ് ഉൾപ്പെടെയുള്ള നിരവധി സ്ഥാപനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നമുക്കൊക്കെ അറിയാലോ ഡിമോണിറ്റൈസേഷൻ, നോട്ട് നിരോധന സമയത്ത് ഒരൊറ്റ രാത്രി കൊണ്ട് അമിത്ഷായുടെ മകൻ ജയൻ ഷാ 5000 കോടി രൂപയാണ് ഒരു കോർപ്പറേറ്റ് ബാങ്ക് വഴി വെളുപ്പിച്ചെടുത്തത് എന്നുള്ള വാർത്ത കൊടുത്തതിന്റെ പേരിൽ ഇന്നും കോടതി കയറി ഇറങ്ങുകയാണ് ദ വയറിന്റെ മാധ്യമ സംഘം മുഴുവൻ തന്നെ. 1000 കോടി രൂപയാണ് അവരോട് ചോദിച്ചിരിക്കുന്ന കോമ്പൻസേഷൻ. ഇപ്പോൾ നേരത്തെ പ്രണോയ് റോയുടെ കാര്യം പറഞ്ഞില്ലേ, പ്രണോയ് റോയ് ഈ പറയുന്ന സ്ഥാപനം വിട്ടിറങ്ങി ഓടി രക്ഷപ്പെട്ടു. രാജ്ദീപ് സർദേശായി എവിടെയാണ്? രാജ്ദീപ് സർദേശായി എങ്ങനെയാണ് ഇപ്പോൾ മാധ്യമ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോ രാജ്യത്തെ മാധ്യമ പ്രവർത്തനത്തിന്റെ ഒക്കെ തന്നെയും അവസ്ഥ ഇതാണ്. പോസ്റ്റ് ട്രൂത്ത് എന്നുള്ളതല്ല. ഇപ്പോ നേരത്തെ സഖാവ് പറഞ്ഞതുപോലെ പോസ്റ്റ് ട്രൂത്ത് ഒക്കെ കഴിഞ്ഞു, പോസ്റ്റ് ട്രൂത്തിന്റെ പരിപാടിയൊക്കെ അവസാനിച്ചു. നമുക്കിപ്പോ ക്ഷമിക്കണം, പോസ്റ്റ് ട്രൂത്ത് സത്യാനന്തരം എന്ന് പറയുന്ന സംഭവമൊന്നും ഇല്ലാന്നേ. കാരണം അതൊക്കെ നമ്മൾ പറയില്ലേ, കുറെ കഴിയുമ്പോ ന്യൂ നോം എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മൾ കോവിഡിന്റെ സമയത്ത് ഉണ്ടായിരുന്നു. കാരണം നമുക്കൊക്കെ തന്നെയും സാധാരണമാവും, കാര്യങ്ങളൊക്കെ തന്നെയും സാധാരണമാകുന്ന നിലയുണ്ടാകുന്നതിനെയാണ് നമ്മൾ ന്യൂ നോം എന്ന് പറയുക. പോസ്റ്റ് ട്രൂത്തിന്റെ അവസ്ഥയും അത് തന്നെയാണ്. കാരണം 1996 മുതൽക്കാണ് പോസ്റ്റ് ട്രൂത്ത് എന്നുള്ള വാക്ക് വളരെ സജീവമായി കേൾക്കുന്നത്. 2016 ഈ പറയുന്നത് പോലെ പോസ്റ്റ് ട്രൂത്ത് ആ വർഷത്തെ വാക്കായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അത് ഡൊണാൾഡ് ട്രംപിന്റെ തെരഞ്ഞെടുപ്പിന് ഇപ്പോഴും സംശയാസ്പദമായി കാണപ്പെടുന്ന ആ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് നമ്മൾ പോസ്റ്റ് ട്രൂത്തിനെ കുറിച്ച്, സത്യാനന്തരത്തെക്കുറിച്ച് വളരെ സജീവമായി ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ അന്ന് എന്തായിരുന്നു എന്നറിയോ? ഈ ഇന്റർനാഷണൽ മാധ്യമങ്ങളൊക്കെ തന്നെ പോസ്റ്റ് ട്രൂത്തിന് ഒരു വലിയ രസമുള്ള കഥയുണ്ട്. കാര്യം ഈ സത്യാനന്തര കാലം എന്താണെന്നറിയോ? നമ്മളൊക്കെ പറയില്ലേ പോസ്റ്റ് ട്രൂത്തിനെ കുറിച്ചൊരു ഡെഫിനിഷൻ എന്താണ് എല്ലാവരും പറയുക, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള മനുഷ്യരോട്
സത്യാനന്തര കാലത്തെക്കുറിച്ച് നമ്മൾ എന്താണ് പറഞ്ഞു കൊടുക്കുക? എങ്ങനെയാണ് നമ്മൾ അതിനെ ഒന്ന് ഡിഫൈൻ ചെയ്യുക? ശരിയല്ലാത്ത കാര്യങ്ങൾ ശരിയെന്ന് തോന്നുന്ന രീതിയിൽ ശരിയായ സമയത്ത് അവതരിപ്പിക്കുന്നതിനെയാണ് പോസ്റ്റ് ട്രൂത്ത്. ഇത് ഞാൻ ഒരു ഡെഫിനിഷൻ, ഇത് ആരെങ്കിലും എന്നോട് പോസ്റ്റ് ട്രൂത്ത് എന്താന്ന് ചോദിച്ചാൽ അത് പറഞ്ഞു കൊടുക്കണമല്ലോ. അതായത് നമ്മളിപ്പോ പറയാണ് ഒരു വസ്തുതയുമായി പുലബന്ധം പോലും ഉണ്ടാവില്ല, പക്ഷെ അത് ശരിയെന്ന രീതിയിലായിരിക്കും അവതരിപ്പിക്കുക. അത് കറക്റ്റ് ഒരു ഇലക്ഷന്റെ സമയത്താണെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കൂ, അത് കൃത്യമായി വർക്കാകും. ദിസ് ഈസ് പോസ്റ്റ് ട്രൂത്ത്. ഇതാണ് പോസ്റ്റ് ട്രൂത്ത്. ഇത്രയേ ഉള്ളൂ പോസ്റ്റ് ട്രൂത്ത്. ഈ പോസ്റ്റ് ട്രൂത്ത് വെച്ചിട്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈ പറയുന്ന ഡൊണാൾഡ് ട്രംപും ഒക്കെ അധികാരത്തിൽ വന്നിരിക്കുന്നത്. അതിൽ ഒരു സംശയവും വേണ്ട. 2013 മുതൽക്ക് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള ട്വിറ്റർ ക്യാമ്പയിനുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും പോസ്റ്റ് ട്രൂത്തിന്റെ ഭീകരത എന്താണെന്ന്. അമേരിക്കൻ തെരഞ്ഞെടുപ്പ് സമയത്ത് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഒരു വമ്പൻ കള്ളം, ആ കള്ളം വലിയ ഹെഡ്ലൈൻ ആയിരുന്നു അന്നത്തെ മാധ്യമങ്ങളുടെ. എന്താണെന്നറിയോ? ഈ പറയുന്ന ട്വിൻ ടവർ തകർക്കപ്പെട്ടല്ലോ അമേരിക്കയിലെ ട്വിൻ ടവർ തകർക്കപ്പെടുന്ന, ഇരട്ട ഗോപുരങ്ങൾ തകർക്കപ്പെടുന്ന സമയത്ത് അവിടെ അതിന്റെ തൊട്ടു താഴെ, അതായത് അയാളുടെ ഫ്ളാറ്റിലിരുന്ന് അയാൾ കാണുകയാണ്, അയാളുടെ ഫ്ളാറ്റിന്റെ തൊട്ടു താഴെ അറബ് വംശജരും മുസ്ലിം നാമധാരികളും ഈ പറയുന്നത് പോലെ സ്വീറ്റ്സ് ഒക്കെ പങ്കുവെച്ച് വലിയ സന്തോഷം പ്രകടിപ്പിക്കുകയായിരുന്നു. ഇതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഈ പറയുന്ന പുകൾ പെറ്റ ഒരു മാധ്യമ പ്രവർത്തകനും, BBC-യോ ന്യൂയോർക്ക് ടൈംസോ അല്ലെങ്കിൽ ഒരു മാധ്യമവും തയ്യാറായില്ല. അല്ലെങ്കിൽ ബ്ലൂംബർഗ് വലിയ രീതിയിൽ റെവല്യൂഷൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് ബ്ലൂംബർഗ് എന്ന് പറയുന്ന മാധ്യമ സ്ഥാപനം. പക്ഷെ ആ മാധ്യമ സ്ഥാപനം പോലും തയ്യാറായില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഡേവിഡ് ക്യാമറൂണിന്റെ കാര്യത്തിലോ സമാനമായ രീതിയിലല്ലേ ഡേവിഡ് ക്യാമറൂണിനെതിരെ വാർത്തകൾ നടന്നത്? അന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് ക്യാമറൂൺ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പന്നിയുടെ തലയിൽ അദ്ദേഹത്തിന്റെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ തീർത്തു എന്നുള്ളതായിരുന്നു ഒരു വാർത്ത. ഈ വാർത്ത വരുന്നത് ന്യൂയോർക്ക് ടൈംസ് പോലൊരു പത്രത്തിലാണ് വരുന്നത്. വലിയ പ്രക്ഷോഭം ഉണ്ടാകുന്നു, തെരുവുകൾ കത്തുന്നു, രാജി ആവശ്യപ്പെടുന്നു, ആകെ ബഹളം. 10 മാസം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വരികയാണ്. വലിയ പ്രശ്നമാണ്. ഡേവിഡ് ക്യാമറൂണിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രശ്നമാണ്. അന്ന് BBC-ക്ക് പോലും, അതായത് സർക്കാർ സ്പോൺസർ ചെയ്യുന്ന മാധ്യമ സ്ഥാപനത്തിന് പോലും അന്ന് ചെയ്യേണ്ടി വന്നത് ഈ പറയുന്ന വാർത്ത കൊടുക്കേണ്ടി വന്നു. ഈ വാർത്തയുടെ സത്യാവസ്ഥ ഒന്നും അന്വേഷിച്ചില്ല. ഏതാണ്ട് 1 മാസക്കാലത്തോളം ഈ പറയുന്നത് ഈ ചെയ്തത് തെറ്റാണെന്നും ഈ പറയുന്ന ഇങ്ങനെ ഒരു ഭരണാധികാരി ഒരു കാരണവശാലും ഈ രാജ്യം ഭരിക്കാൻ പാടില്ല എന്നും പറഞ്ഞു വലിയ പ്രശ്നങ്ങൾ നടന്നു. എന്താ സംഭവിച്ചതെന്നറിയോ? 1 മാസം കാലം കഴിഞ്ഞപ്പോൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തക ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് മുന്നിൽ വന്നിട്ട് പറയാ, എനിക്കങ്ങനെ വാർത്ത കിട്ടിയത് ചുമ്മാ ഞാനങ്ങ് കൊടുത്തതാ, എനിക്കതിന് തെളിവൊന്നുമില്ല അത്രേ. ഈ 1 മാസക്കാലം പ്രക്ഷോഭവും കൊണ്ട് തെരുവിൽ നിന്നവരാരായി? അത് മാത്രമല്ല, ഈ പറയുന്ന രാജി ആവശ്യപ്പെടുന്നു. BBC ഉൾപ്പെടെയുള്ളവർ ആ വാർത്ത പിൻവലിച്ച് മാപ്പ് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു. ഇതാണ് പോസ്റ്റ് ട്രൂത്തിന്റെ ശക്തി. അതായത് ഒരു നാടിന് മുഴുവൻ കത്തിക്കാൻ ഒരു ചെറിയ സ്പാർക്ക് മതി. ആ സ്പാർക്ക് ഇട്ടുകൊടുക്കാൻ കഴിയുന്ന ഇടത്താണ് ഈ പറയുന്നത് പോലെ പോസ്റ്റ് ട്രൂത്ത് ജയിക്കുന്നത്. അത് വളരെ വിദഗ്ധമായി ഉപയോഗിക്കുന്ന ആളുകളാണ് നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും. ഈ കഴിഞ്ഞ എനിക്ക് ഈ പറയുന്ന പോലെ കുറച്ച് ദേശീയ മാധ്യമ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ കർഷക സമരം ഓർമ്മയുണ്ടല്ലോ. ഈ കർഷക സമരം അല്ല, നമ്മുടെ പൗരത്വ ഭേദഗതി ബിൽ. ഈ പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് രാജ്യമെമ്പാടും വലിയ പ്രൊട്ടസ്റ്റ് ഒക്കെ നടക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ സുഹൃത്ത് ടൈംസ് നൗവിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ അയാള് ഈ പറഞ്ഞതുപോലെ മുംബൈയിലാണ് അവരുടെ ഹെഡ് ഓഫീസ്. അപ്പൊ ഡൽഹിയിലാണ് ഇയാൾ ജോലി ചെയ്യുന്ന ഡൽഹിയിലാണ്. അപ്പൊ ഇയാളോട് പറഞ്ഞത് ഈ പ്രക്ഷോഭകാരികളെ പോലീസ് മർദ്ദിക്കുന്ന ഒരു ദൃശ്യവും വേണ്ട. എപ്പോഴെങ്കിലും സ്വാഭാവികമായിട്ടും നമ്മുടെ ദേഹം നൊന്താൽ നമ്മൾ തിരിച്ച് അടിക്കാനായി എടുക്കുന്ന ഒരു വടിയുണ്ടല്ലോ, ആ വിഷ്വൽ മാത്രം നിങ്ങൾ ഷൂട്ട് ചെയ്താൽ മതി. ആ വിഷ്വൽ മാത്രം നിങ്ങൾ സെൻട്രൽ ഡെസ്കിലേക്ക്, അതായത് ഈ മുംബൈയിലെ സ്റ്റുഡിയോയിലേക്ക് എത്തിച്ചാൽ മതി. അല്ലാതെ ഒരു സാധനവും നിങ്ങൾ സംപ്രേഷണം ചെയ്യേണ്ടതില്ല എന്ന് പറയുന്ന ഒരു കർശന നിർദ്ദേശം ഈ പറയുന്നത് പോലെ മാധ്യമ പ്രവർത്തകർക്കെല്ലാം പോയി. അത് എൻ്റെ ഈ സുഹൃത്തിന് ഈ കുറച്ച് ഇടത് പക്ഷ അസുഖമുള്ളത് കൊണ്ട് JNUവിൻ്റെ ഒക്കെ ഒരു പ്രൊഡക്റ്റാണ്. അപ്പം ഈ പരിപാടിക്ക് എന്നെ കിട്ടില്ല. ഞാൻ മാധ്യമ പ്രവർത്തകനായത് അത്യാവശ്യം മാധ്യമ പ്രവർത്തനം ചെയ്യാനാണ്, അല്ലാതെ മാമാപ്പണി ചെയ്യാനല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന പിമ്പിങ്ങിന് തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ആ വാർത്ത പ്രോപ്പറായി, എനിക്ക് തോന്നുന്നു ടൈംസ് നൗവിന്റെ ആ ദിവസത്തെ ദൃശ്യങ്ങൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാനന്ന് റിപ്പോർട്ടർ ചാനലിൽ ജോലി ചെയ്യുന്ന സമയമാണ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ. അതായത് അന്ന് ഞങ്ങൾ സംപ്രേഷണം ചെയ്തത് നിർമ്മൽ എന്ന് പറയുന്ന ആ മാധ്യമ പ്രവർത്തകൻ അയച്ചു തന്നുകൊണ്ടിരുന്ന ദൃശ്യങ്ങളാണ്. ഈ പറയുന്ന മാധ്യമ പ്രവർത്തകനെതിരെ ഉണ്ടായ നടപടി എന്താണെന്നറിയോ? നാഗ്പൂരിലേക്കായിരുന്നു പിന്നീട് അയാളുടെ ട്രാൻസ്ഫർ. നീ അവിടെ പോയൊന്ന് അച്ചടക്കം പഠിച്ചിട്ട് തിരിച്ചിനി വന്നാ മതി എന്ന് പറഞ്ഞ് അയാളെ നാഗ്പൂരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു.
എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആൾ പറഞ്ഞത് അയാളൊരു ശർമ്മയാണ്. അപ്പോൾ അത് ശർമ്മ എന്ന് വെച്ചാൽ ഉത്തരേന്ത്യയിലെ ഒരു ബ്രാഹ്മൺ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന വിഭാഗമാണ്. അപ്പോൾ ഞാനൊരു ശർമ്മ ആയതുകൊണ്ട് ഈ ഇടയ്ക്ക് ഇങ്ങനെ വിളിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ പറയും ഞാനൊരു ശർമ്മ ആയതുകൊണ്ട് ജീവനോടെ ഉണ്ട്, കൊന്നിട്ടില്ല. ഇതാണ് അവസ്ഥ. ഇതാണ് നമ്മൾ തിരിച്ച് പ്രതികരിക്കാൻ തീരുമാനിച്ചാൽ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒക്കെ തന്നെ ഈ മാധ്യമപ്രവർത്തകർക്ക് ഉണ്ടാകുന്ന അവസ്ഥ. കഴിഞ്ഞ 9 വർഷത്തിനിടെ ഈ രാജ്യത്ത് കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ എണ്ണത്തെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും വിവരമുണ്ടോ? ഏതാണ്ട് 31 മാധ്യമപ്രവർത്തകരാണ് ദുരൂഹമായ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ മാത്രം. എല്ലാ ജോലിക്കും അതിൻ്റെതായ റിസ്ക് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ ഈ സത്യം പറയുന്നതിന്റെ പേരിൽ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പറയില്ലേ മാധ്യമ നൈതികത. ഇത് ഇപ്പൊ ഭരണകൂട ഭീകരതയ്ക്കെതിരെയൊക്കെ നമ്മൾ സംസാരിക്കാൻ നിന്നാൽ, അല്ലെങ്കിൽ ഫാസിസത്തിനെതിരെ നമ്മൾ സംസാരിക്കാൻ നിന്നാൽ, നയങ്ങൾക്കെതിരെ നമ്മൾ സംസാരിക്കാൻ നിന്നാൽ നമ്മൾ അവിടെ ലിഞ്ച് ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അത് സോഷ്യൽ മീഡിയ ത്രൂ ആണെങ്കിലും അല്ലാതെയോ ഒക്കെ അക്കാര്യത്തിലൊക്കെ എനിക്ക് തോന്നുന്നു ശ്രീ വി എസ് സുനിൽകുമാറൊക്കെ ഞങ്ങളുടെ ചർച്ചകളുടെ സ്ഥിരം ഗസ്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തെ ഒക്കെ തന്നെയും പലപ്പോഴും ഈ പറയുന്ന അർബൻ നക്സൽ എന്നൊക്കെ പല BJP-ക്കാരും ഇതൊന്നും വിളിക്കുന്നത് കേൾക്കാം. കാരണം അദ്ദേഹം ഇങ്ങനെ പലപ്പോഴും പല വിഷയങ്ങളിലും ഷാർപ്പായി സംസാരിക്കുന്ന സമയത്ത് ഇതേ രീതിയിൽ സംസാരിച്ചിട്ടുണ്ടോ മാധ്യമപ്രവർത്തകരോടും. ഈ അയോധ്യ വിഷയവുമായി ബന്ധപ്പെട്ട് അതൊരു തെറ്റായ വിധിയാണ്. എനിക്കിപ്പോഴും അഭിമാനത്തോടുകൂടി ഞാൻ ആ സ്റ്റാൻഡ് എടുത്ത് തന്നെ പറയുന്നു. അന്ന് അയോധ്യ വിഷയം നടക്കുന്ന സമയത്ത് കോടതി വിധിയാണ്. കോടതി വിധിയെ വിമർശിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അതായത് അതിനപ്പുറത്തേക്ക് വിമർശിച്ചാൽ ഞങ്ങൾക്കെതിരെ കോടതി അലക്ഷ്യവും കേസും പുകാറും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അന്ന് ആ ദിവസം ഇത്രയും ആ വിധിയോട് ഇന്നും അനുകൂലിക്കാൻ കഴിയാത്ത ഒരു മനസ്സുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ വിധി അന്ന് അതേപോലെ തന്നെ ഞെട്ടലുണ്ടാക്കി. ഇന്നും ആ ഞെട്ടലിന്റെ ഒരു 1000 മടങ്ങ് ഒരു വ്യാപ്തി ഉണ്ടായിരുന്നു അന്ന് ആ സമയത്ത് ആ ദിവസം നടത്തിയ ചർച്ചകളിലെല്ലാം തന്നെ ഏതാണ്ട് കുറച്ചധികം സമയം അന്നത്തെ ദിവസം ചർച്ച ചെയ്യേണ്ടി വന്നിരുന്നു. അപ്പോൾ ആ സമയത്തെല്ലാം തന്നെ ഈ വിധി തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അതിന്റെ പേരിൽ BJP നേതാക്കൾ സ്റ്റുഡിയോയിൽ കയറി വന്ന് ആക്രോശിച്ചിട്ടുണ്ട്. അത് നിങ്ങളൊരു അർബൻ നക്സലാണ്, ഈ രാജ്യത്തെ ഒറ്റിക്കൊടുക്കാനായി അച്ചാരം വാങ്ങിയിരിക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞ് BJP നേതാക്കൾ, പ്രത്യേകിച്ചും ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കളൊക്കെ വന്ന് ആക്രോശിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. അതായത് സത്യം പറയാൻ നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങൾ നേരിടേണ്ടി വരുന്നത് അത് നിയമപരമായും ധനപരമായും ഒക്കെ തന്നെ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള മെസ്സേജ് ഇതിനോടകം തന്നെ പലപ്പോഴും പല നേതാക്കളും പല മാധ്യമപ്രവർത്തകർക്കും നൽകിയിട്ടുണ്ട് എന്നുണ്ട്. പക്ഷേ നിങ്ങൾ വളരെ അനുകൂലമായാണ് നിലപാടെടുക്കുന്നതെന്ന് വിചാരിച്ചോളൂ. ആ ചാനലുകൾ റേറ്റിംഗിൽ ഒരു 1-2 സ്ഥാനങ്ങളിലൊക്കെ എന്തായാലും കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുണ്ട്. ആ മാധ്യമപ്രവർത്തകർക്ക് പട്ടും വളയും ഒക്കെ കിട്ടും. ആ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്യാവശ്യം ഗ്ലാമർ ഉണ്ടാവും, അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഓക്കെ ആയിരിക്കും. പക്ഷെ അല്ലാതെ നിൽക്കുന്ന മനുഷ്യരുടെ കാര്യം ബുദ്ധിമുട്ടാണ്. അത് നിലവിൽ പക്ഷെ ഇത് എല്ലാ കാലവും ഇങ്ങനെ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. ഇത് എല്ലാത്തിനും ഒരു സാച്ചുറേഷൻ പോയിന്റ് ഉണ്ട്. ഇത് ഇപ്പൊ പലയിടത്തും പറഞ്ഞു മടുത്തതാണ്. കാരണം പ്രസ് ഫ്രീഡത്തിൽ ഇന്ത്യ ഇങ്ങനെ 150-ാം സ്ഥാനത്ത് നിന്ന് താഴേക്ക് ആകെ 180 രാജ്യങ്ങളിലുള്ള ഇടത്ത് 150-ാം സ്ഥാനത്ത് നിന്ന് താഴേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന ആളുകളുടെ മുന്നിൽ മുട്ടിലിഴയാൻ തീരുമാനിക്കുന്ന മുതലാളിമാരുള്ള ഇടത്തല്ലേ ഈ പറയുന്ന മാധ്യമ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നത്. അല്ലാതെ ഈ പറയുന്നത് പോലെ ഞങ്ങൾ അങ്ങനെ തയ്യാറല്ല എന്ന് എത്ര പേർക്ക് പറയാൻ കഴിയുന്നുണ്ട്? 2019 സമയത്ത്, അതായത് പൊതു തെരഞ്ഞെടുപ്പിന് മുൻപ് ടൈംസ് നൗവിന് ഒരു ഇന്റർവ്യൂ കിട്ടി. സാധാരണഗതിയിൽ കിട്ടാത്തൊരു ഇന്റർവ്യൂ ആണ്. നമ്മൾ പറയില്ല വളരെ റയറായിട്ടൊക്കെ ചിലരുടെ ഇന്റർവ്യൂ കിട്ടും. അതുപോലെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറക്കാത്ത പ്രധാനമന്ത്രി അന്ന് ടൈംസ് നൗവിനൊരു ഇന്റർവ്യൂ കൊടുക്കുന്നു. രസകരമായിരുന്നു ആ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടാവും തോന്നുന്നു ഒരുവിധം നമുക്കൊക്കെ. കാരണം പ്രത്യേകിച്ചും ഇദ്ദേഹത്തെ ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിലൊന്ന് ഇരുന്ന് കിട്ടുക എന്നൊക്കെ പറയുന്ന വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. പക്ഷെ അന്ന് അദ്ദേഹത്തെ കിട്ടി. അപ്പൊ ഞാനൊക്കെ ഇങ്ങനെ വളരെ ആകാംക്ഷയോടെ കാണാൻ തുടങ്ങുന്നു. പിന്നെയാണ് മനസ്സിലാവുന്നത് ഇതൊരു സ്പോൺസേർഡ് ആണ്. അതായത് ഈ സാധാരണഗതിയിൽ ക്വസ്റ്റ്യൻ എഴുതി കൊടുക്കലുണ്ട്. അതായത് ഇപ്പോ പ്രത്യേകിച്ചും പ്രൊഫൈൽ നോക്കിയിട്ട് പലപ്പോഴും പ്രത്യേകിച്ചും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ കാര്യത്തിൽ സ്ക്രൂട്ടിനി നടക്കാറുണ്ട്. നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് ചോദ്യങ്ങളാണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു സ്ക്രൂട്ടിനി നടക്കാറുണ്ട്. അത് സാധാരണഗതിയിൽ സംഭവിക്കുന്ന, അത് മാധ്യമപ്രവർത്തകർക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അന്ന് അതായത് ഡിമോണിറ്റൈസേഷൻ, ഈ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനമുണ്ടായി. രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ ഇങ്ങനെ അറഞ്ചം പുറഞ്ചം തകർത്തിട്ടിരിക്കുകയാണല്ലോ ഈ പറയുന്ന മോദി സർക്കാർ. പക്ഷേ ആ ഇന്റർവ്യൂവിന്റെ ഒരു സംക്ഷിപ്തം എടുത്താൽ
ഈ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് അദ്ദേഹം ചെയ്ത കാര്യങ്ങളൊക്കെ ഏറ്റവും നല്ലതായിരുന്നു എന്നും ഏറ്റവും ഉദാത്തമായ ഭരണാധികാരിയായിരുന്നു എന്നും ഉദാത്തമായ ഭരണമാണ് കാഴ്ചവെച്ചതെന്നും ഈ സാമ്പത്തിക നയങ്ങളെല്ലാം തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിരുന്നു എന്നുമാണ് ആ ഇന്റർവ്യൂ പറഞ്ഞു വെച്ചത്. അത് കംപ്ലീറ്റ്ലി സ്ക്രിപ്റ്റഡ് ആയ, കംപ്ലീറ്റ്ലി PR ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ് ഈ രാജ്യത്തിന്റെ ഭരണാധികാരി കൊടുത്തത്. ഇന്ത്യയിൽ നമ്പർ 2 പൊസിഷനിൽ നിൽക്കുന്ന, റേറ്റിംഗിൽ നമ്പർ 2 പൊസിഷനിൽ നിൽക്കുന്ന ചാനലിന്റെ പേര് ടൈംസ് നൗ എന്നാണ്. നമ്പർ 1 എനിക്ക് തോന്നുന്നു റിപ്പബ്ലിക് തന്നെയാണ്. ഇപ്പോൾ അതിൽ വേരിയേഷൻ വന്നിട്ടുണ്ടാവും. പക്ഷെ ആ സമയത്ത് നമ്പർ 2 പൊസിഷനിൽ നിൽക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഈ മാധ്യമമാണ്, ഈ ടൈംസ് നൗ ത്രൂ അന്ന് നടത്തിയ ഒരു ക്യാമ്പയിൻ ആയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അത് എല്ലാ മാധ്യമങ്ങളെയും ഇതേ രീതിയിൽ തന്നെ സ്വാധീനിക്കാറുണ്ട് എന്നുള്ളതാണ്. ഈ ദേശീയ മാധ്യമങ്ങളൊക്കെ ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ കാര്യം എടുക്കില്ലേ, നമ്മളെ കുറിച്ച് എന്താണ് ഉത്തരേന്ത്യയിലൊക്കെ പറയുന്നതെന്നറിയോ? ഇപ്പോ ചില മാധ്യമ ഗ്യാതറിങ്സിലൊക്കെ ഈ ഡൽഹിയിലൊക്കെ പോയി ഇരുന്ന് കൊടുക്കാറുണ്ട് ചില സമയത്ത്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയം ചർച്ചയാവും, മാധ്യമ പ്രവർത്തകരാകുമോ. ആദ്യത്തെ ചോദ്യം വരിക, അവിടെ വളരെ കാഷ്വൽ ആയിട്ട് അവർ നമ്മുടെ മതം ചോദിക്കും, മതത്തിനും അപ്പുറത്തേക്ക് ജാതി ചോദിക്കും. വളരെ കാഷ്വൽ ആണ്. നമുക്ക് കേരളത്തിൽ അതങ്ങനെ ശീലമില്ല. പക്ഷെ അവിടെ ഭയങ്കര കാഷ്വൽ ആണ്. അങ്ങനെ എന്താണ് മതം, എന്റെ പേര് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് പെട്ടെന്നൊരു കേട്ടല്ല. ഈ അപർണ സെൻ എന്നൊക്കെ പറയുമ്പോൾ അവർ വിചാരിക്കുന്നത് അവരുടെ ഏതോ ബന്ധുവാണെന്ന്. കാരണം ഈ ബംഗാളി നെയ്മുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് അവരെ എന്തോ ഒരു സംഭവമായിട്ടാണ് എന്നെ കരുതുന്നത്. അപ്പൊ വലിയ ചോദ്യം വരാറില്ല. കാരണം ചോദ്യം വരുമ്പോൾ തന്നെ എന്റെ മുഖം ഒന്ന് മാറും. കാരണം നമുക്കത് പറയുമ്പോൾ കേരളത്തിലുള്ള മനുഷ്യരൊക്കെ തന്നെ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. കാരണം നമുക്ക് ഈ ജാതി ചോദിക്കുമ്പോൾ ഒരു ഉളുപ്പുണ്ടാവില്ല, ഒരു ഉളുക്കൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ എന്റെ മുഖം ഓട്ടോമാറ്റിക്കലി മാറുകയും ചെയ്യും. അപ്പോ ഒരു ദിവസം മാധ്യമ പ്രവർത്തകർ ചോദിക്കുക, പിന്നെ ചോദിക്കുക രാഷ്ട്രീയത്തെക്കുറിച്ച്, എന്താ നിങ്ങളുടെ പൊളിറ്റിക്സ്? സ്വാഭാവികമായും നിങ്ങൾ BJP ആയിരിക്കുമല്ലോ, അതാണ് അവിടെ കോമൺ ആയിട്ടും പറയാം. എങ്ങനെയാ എല്ലാ മാധ്യമങ്ങളും സ്വാഭാവികമായും നിങ്ങൾ BJP എന്നും പറയില്ല, നിങ്ങൾ റൈറ്റ് ആയിരിക്കുമല്ലോ എന്നാ പറയുക. അപ്പോ ഒരു പ്രാവശ്യം ഞാൻ വളരെ സ്ട്രോങ് ആയി പറഞ്ഞു, നോ, എനിക്കൊരു ലെഫ്റ്റ് ലിബറൽ സ്വഭാവമാണുള്ളത്. ഞാൻ ലെഫ്റ്റ് എന്നല്ല പറയും, ലെഫ്റ്റ് ലിബറൽ സ്വഭാവമുള്ള മാധ്യമ പ്രവർത്തകയാണ്. എന്റെ രാഷ്ട്രീയം അത് തന്നെയാണ്. ഒട്ടനെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്, നിങ്ങൾ മാവോയിസ്റ്റ് ആണോ എന്നാണ്, നിങ്ങൾ നക്സൽ ആണോ എന്നാണ്. ആ ചോദ്യമാണ് വരിക. അതായത് നമ്മൾ ടെററിസ്റ്റ് ആണ് എന്ന രീതിയിൽ ഈ പറയുന്ന മാധ്യമങ്ങൾ, അതായത് ഉത്തരേന്ത്യൻ മാധ്യമങ്ങൾ ഹിന്ദി ഹൃദയഭൂമിയിൽ ഒന്നാകെ തന്നെ കേരളത്തെക്കുറിച്ച് അവതരിപ്പിച്ചിരിക്കുന്നത് ആ രീതിയിൽ മാത്രമാണ്. നമ്മൾ പറയില്ലേ, നമ്മൾ പലപ്പോഴും രാഷ്ട്രീയപരമായൊക്കെ സംസാരിക്കുമ്പോൾ പോലും പറയും, അല്ലെങ്കിൽ വിമർശിക്കും, കോൺഗ്രസിനെ ചില സമയത്ത് വിമർശിക്കും, നിങ്ങൾക്ക് മുസ്ലിം ലീഗിന്റെ പതാകയെ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ യോഗങ്ങളിൽ പിടിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറയാം. ഗതികേടാന്നേ, നടക്കില്ല. ഈ പറയുന്ന പതാകയും പിടിച്ചിട്ട് ഉത്തരേന്ത്യയിൽ ഒരു ക്യാമ്പയിന് ചെന്ന് കഴിഞ്ഞാൽ ആദ്യം വരാൻ പോകുന്നത് ഈ ഫോട്ടോ ഫ്ലക്സ് അടിച്ചിട്ടാണ് അവന്മാർ അവിടെ കൊടുക്കുക. ഇതാണ് അവസ്ഥ. ഇങ്ങനെയാണ് അവിടെ ക്യാമ്പയിൻ നടക്കുക. കാരണം അതിനുപയോഗിക്കുന്നത് മാധ്യമങ്ങളെയാണ്. മിറർ നൗ, ഇപ്പൊ ആ ചാനൽ ഷട്ട് ഡൗൺ ചെയ്തു. മിറർ നൗ എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. അതിലൊരു എന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ഒരു വനിതയാണ്, ശ്രേയ എന്ന് പറയുന്ന ഒരു വ്യക്തി. ഒരു ദിവസം വളരെ ആക്സിഡന്റലി ഈ മിറർ നൗവിന്റെ, അത് ഹിന്ദിയാണ് ആ ചാനൽ, അത് കൂടുതലായത് ഈ ഹിന്ദി ചാനലുകളുടെ ഒരു സ്പെഷ്യാലിറ്റി. ഹിന്ദി ചാനലുകളാണെങ്കിൽ ഈ സാധാരണക്കാരിലേക്ക് കൂടി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അത് സാധാരണ മനുഷ്യരിലേക്കും കൂടി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. കാരണം ഇംഗ്ലീഷിനേക്കാൾ കുറച്ചുകൂടി അവരെ സംബന്ധിച്ചിടത്തോളം കംഫർട്ടബിൾ ലാംഗ്വേജ് ഹിന്ദി തന്നെയാണ്. നമ്മുടെ ഭരണാധികാരികൾക്ക്, രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളുടെ അവസ്ഥ തന്നെയാണ്. നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ചിട്ട് കാര്യമില്ല, അവിടെ പോയി ഹിന്ദി തന്നെ പറയണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മിറർ നൗ പോലെയുള്ള ചാനലുകൾ, അത് റിപ്പബ്ലിക് TVക്ക് അവരുടെ ഹിന്ദി ചാനലും ഉണ്ട്, ഇംഗ്ലീഷിന് പുറമെ ഹിന്ദി ചാനലും ഉണ്ട്. അപ്പൊ ഈ മിറർ നൗ ഇപ്പൊ ശ്രേയ ഒരു ദിവസം ഒരു ചർച്ച നടത്തും, ഭീകര ചർച്ച നടക്കുക. അപ്പൊ എന്റെ ഒരു സുഹൃത്തും അതിൽ പാനലിസ്റ്റായി പങ്കെടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് AN ഷംസീർ ആണെന്ന് തോന്നുന്നു ആ പാനലിൽ പങ്കെടുക്കുന്നത്. എന്താ സംഭവിച്ച, കേരള സ്റ്റോറിയാണ് വിഷയം. പറഞ്ഞ് ഇങ്ങനെ പോവാണ് ശ്രേയ. ലാസ്റ്റ് പറഞ്ഞപ്പോ എന്താണെന്നോ, കേരളത്തിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒറ്റ മനുഷ്യനെ വിശ്വസിക്കരുത് എന്നതാണ് അവസ്ഥ. കേരളത്തിലുള്ള ആൾക്കാരൊക്കെ തന്നെ ഈ മുസ്ലിം പ്രീണനത്തിന്റെ പിന്നാലെ പോയിട്ട് ഈ ഹിന്ദു പെൺകുട്ടികളെ മുഴുവൻ ഈ പറയുന്ന പോലെ കൺവെർഷന് തയ്യാറാക്കി കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കേരളം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു മിനി പാകിസ്ഥാനാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇത് നല്ല ഒന്നാം തരം കൊളോക്കിയൽ ഹിന്ദിയിൽ പറയുകയാണ് പുള്ളിക്കാരി. അപ്പൊ എന്താ സംഭവം എന്നറിയോ, ഇത് മൊത്തം ഈ ആളുകളിലേക്ക് എത്തും. അപ്പൊ ഞാൻ ഇത് അന്ന് തന്നെ ഈ പറയുന്ന പാനൽ ഞാൻ AN ഷംസീറിനോട് സംസാരിച്ചിരുന്നു. കാരണം നിങ്ങളത് കൃത്യമായി ഡിഫെൻഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഈ ഹിന്ദി എന്ന് വെച്ചാൽ എന്താ പ്രശ്നം വെച്ചാൽ നമുക്കത് അത്രയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. അതായത് ആ ലാംഗ്വേജ്, അതായത് ഇവർ പറയുന്ന പലപ്പോഴും ചില ഹിന്ദി വാക്കുകളൊക്കെ എത്ര മോശമാണെന്ന് മനസ്സിലാവണമെങ്കിൽ അത് അവിടെയുള്ള ആൾക്കാർക്ക് തന്നെ മനസ്സിലാവും.
അപ്പൊ ചില സമയത്ത് ഞാനിങ്ങനെ ഇതെന്തായി പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴാണ് ഇത് അത്രയും മുട്ടം തെറിയായിരുന്നു എന്ന് മനസ്സിലാവും. അതായത് കേരളത്തെ കുറിച്ച് മുട്ടം തെറി അവിടെ ഇരുന്ന് പറയാണ് ഒരു ചാനലിൽ ഒരു എക്സിക്യൂട്ടീവ് എടുത്ത ഒരു ചർച്ചയിൽ. ഇത് ഒരു ചാനലിന്റെ അവസ്ഥയല്ല കേട്ടോ. ഞാനപ്പോൾ സംശയം അല്ല, അതിലൊരു പ്രശ്നമുള്ളത് ഈ പകുതി ഹിന്ദി, ഈ പറയുന്ന ഹിന്ദി എനിക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലാവും, പക്ഷേ ഈ പറയുന്ന പോലെ ഇതേ രീതിയിൽ ഇതേ ഗ്രാവിറ്റി നമുക്ക് കിട്ടില്ല. അവരങ്ങനെയാണ് ചോദിക്കുക, അങ്ങനെയാണ് അവർ ആ ചോദ്യത്തെ പോലും ഫ്രെയിം ചെയ്യുക, ഈ ചോദ്യത്തെ അങ്ങനെയാണ് അവർ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ പറയുന്നത് പോലെ ഇതെന്താണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് കേരളത്തെക്കുറിച്ച്, അപ്പം ഞാനത് എങ്കിലും ഇത് എത്ര പേര് ഇതിങ്ങനെ കണ്ടിട്ടുണ്ടാവും എന്നൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണ അപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഒരു ദിവസം എൻ്റെ ഒരു നെയ്ബർ, ഒരു മഹാരാഷ്ട്ര മുംബൈക്കാരാ. അപ്പോൾ ഞാൻ അവരോട് സംസാരിക്കുന്ന സമയത്ത് അവര് ആദ്യമൊന്നും എൻ്റെ അടുത്ത്, കാരണം ഞാൻ ഈ പൊട്ടും ചന്ദനവും തൊടൽ പരിപാടിയൊന്നുമില്ല, അപ്പോൾ അമ്പലത്തിലൊക്കെ പോലുണ്ട്, പക്ഷെ പൊട്ട് തൊടൽ പരിപാടിയില്ല. അപ്പോൾ ഇവർക്കൊരു ഐഡിയ ഇല്ല ഈ ഞാൻ എന്താണ് എന്ന സംഭവമില്ല. അപ്പോൾ ഒരു ദിവസം അവിടെ ഒരു ചെറിയ കുട്ടിയുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികളെ കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ നമ്മളൊന്ന് സ്നേഹത്തോടുകൂടി മിണ്ടും. അപ്പോൾ അവരിങ്ങനെ എന്താ ദീദി അപ്പ നാം ക്യാ ഹേ, അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു ഇല്ല പേരിങ്ങനെ അപർണ എന്നാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ആ പെൺകുട്ടിക്ക് മിണ്ടണോ വേണ്ടയോ എന്നുള്ളൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം. അപ്പോൾ പിന്നെ ഇങ്ങനെ ഗ്രാജുവലി ഞാൻ വളരെ നന്നായി മീൻസ് നമ്മളോട് ഇടപെടലൊക്കെ, പ്രത്യേകിച്ച് ഒരു നെയ്ബറോട് നമ്മൾ നന്നായിട്ടാണല്ലോ സംസാരിക്കുക. കേരളത്തിലെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മറ്റുള്ള മനുഷ്യരെ അത്യാവശ്യം സ്നേഹത്തോടുകൂടി, പ്രത്യേകിച്ച് മറ്റൊരു സംസ്ഥാനത്ത് നിന്നൊരു കുഞ്ഞുമായിട്ടൊക്കെ വന്ന് താമസിക്കുന്ന ഒരാളോട് വളരെ സ്നേഹത്തോടുകൂടി സംസാരിക്കുമല്ലോ. അപ്പം ഞാൻ അങ്ങനെ സംസാരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവരുടെ ഭയം എന്തായിരുന്നു വെച്ചാൽ ഞാനൊരു മുസ്ലിം ആണോ എന്ന പെൺകുട്ടി പേടിച്ചിരുന്നു. അപ്പോൾ അവർ പറയുന്നതിൻ്റെ കാരണം, ഞങ്ങൾ ഈ കേരള സ്റ്റോറീസ് കണ്ടിട്ടുണ്ട്, അതായത് പെൺകുട്ടിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് കേരള സ്റ്റോറീസ്. ഞാൻ പറഞ്ഞത് കേരളത്തിൽ പ്രദർശിപ്പിക്കാൻ സമ്മതിച്ചിട്ടില്ല കേട്ടോ ഞങ്ങൾ എന്ന് പറഞ്ഞു. അപ്പം പക്ഷേ ഇത് ഉത്തരേന്ത്യയിൽ അതിഭീകരമായി പ്രചരിക്കപ്പെട്ടിട്ടുണ്ട്. കേരളത്തെക്കുറിച്ച് ഈ പെൺകുട്ടിക്ക് ഏതാണ്ട് ഒരു 25-26 വയസ്സേ ഉള്ളൂ. അവളുടെ മനസ്സിൽ വലിയ ഭീതി ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിലേക്കാണ് ഹസ്ബൻഡിന് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞപ്പോൾ അവളുടെ മനസ്സിൽ ആദ്യം വന്നത് കേരള സ്റ്റോറീസ് എന്ന് പറയുന്ന ഈ സിനിമയും ഈ മീഡിയയിൽ നടത്തിയ ചർച്ചകളുമാണത്രേ. നമ്മളിപ്പോൾ സഖാവ് നേരത്തെ പറഞ്ഞില്ലേ എത്ര പേര് TV കാണുന്നുള്ളൂ, സോഷ്യൽ മീഡിയ വഴി ഈ ക്ലിപ്സ് പറക്കും. ഈ പറയുന്ന ഒരു ചെറിയ കഷ്ണം മതി, ഇത് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് ചെറുതൊന്നുമല്ല, അതിഭീകരമായ ഭീതി പരത്തുന്നുണ്ട് കേരളത്തെക്കുറിച്ച്. അത് ഞാൻ സ്വാഭാവികമായിട്ട് നമ്മുടെ സംസ്ഥാനമാണല്ലോ, നമുക്ക് ചേർത്ത് നിർത്തേണ്ട കാര്യമാണ്. അപ്പം ഞാനിങ്ങനെ ഓരോ ദിവസവും അവരെ ചെല്ലുക, ഉദ്ബോധിപ്പിക്കുക. ഇതായിരുന്നു കുറേ കാലം എൻ്റെ പണി. കാരണം ഏറ്റവും മിനിമം 10 പേരോട് അവർ പറയുമല്ലോ കേരളത്തിൽ പോയാൽ ഞങ്ങളുടെ എക്സ്പീരിയൻസ് നല്ലതാണ് എന്ന് പറയില്ലേ. അതേപോലെ തന്നെയായിരുന്നു നമ്മുടെ ആ മലപ്പുറം പാലക്കാട് ബോർഡറിൽ ഒരു ആന ചെരിഞ്ഞ വിഷയം ഓർമ്മയില്ലേ. ഈ ആന ചെരിഞ്ഞ വിഷയം എന്തായിരുന്നു? അർണബ് ഗോസ്വാമിക്ക് അങ്ങോട്ട് അഴിഞ്ഞാടുമായിരുന്നു ആ ദിവസങ്ങളിൽ. കേരളവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം എടുത്തിട്ട് ഇവരവിടെ ചർച്ച നടത്തും. കേരളത്തിൽ നിന്നൊരു ഗസ്റ്റിനെയും വിളിക്കും. ഒരു 10-12 പേരുടെ ബോക്സ് ഉണ്ടാവും. ഈ പറയുന്നത് പോലെ 10-12 പാനലിസ്റ്റുകൾ ഉണ്ടാവും. ഒരൊറ്റ അക്ഷരം വാതുറക്കാൻ സമ്മതിക്കില്ല കേരളത്തിൽ നിന്നുള്ളവരെ. നമ്മളിങ്ങനെ ഇടിച്ചു കയറേണ്ടി വരും. എത്രയെന്ന് വെച്ചിട്ട് ചോദിക്കും നമ്മൾ, നിങ്ങൾ ഞങ്ങൾക്ക് കുറച്ച് സമയം തരൂ, ഞങ്ങളുടെ സംസ്ഥാനത്തെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. അവരുടെ അജണ്ടയാണ് അവിടെ നടപ്പാക്കുക. പക്ഷെ കേരളത്തിൽ പിന്നെയും ഭാഗ്യമുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന മാധ്യമങ്ങളുടെ കാര്യത്തിൽ പിന്നെയും ഈ വലിയ വർഗീയതയെയോ അല്ലെങ്കിൽ കാവ്യവൽക്കരണത്തെയോ ഒക്കെ തന്നെയും വല്ലാതെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടെന്നുള്ള തോന്നലൊന്നും എനിക്കില്ല. പിന്നെ ഈ പറയുന്നത് പോലെ ഒരു പഴക്കൂടയിൽ കാണുമല്ലോ എന്തായാലും ഒരു പുഴുക്കുത്തുള്ള സാധനമൊക്കെ ഉണ്ടാവും, അങ്ങനെ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും അതിനെ തിരിച്ചറിയാനുള്ള ബോധം മലയാളിക്കുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന തെറ്റായ ഒരു വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ അത് മിനിറ്റുകൾക്കുള്ളിൽ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെ ഓഡിറ്റ് ചെയ്ത് തിരുത്തിച്ച് ഈ പറയുന്ന വ്യാജ വാർത്തയാണ്, അത് നിങ്ങൾ തിരുത്തി മാപ്പ് പറയണം എന്ന് പറയിക്കാൻ അത് കേരളത്തിലെ ജനങ്ങളെ കൊണ്ട് കഴിയുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ കുറച്ചുകൂടി രാഷ്ട്രീയത്തെ കാണുന്ന, രാഷ്ട്രീയം മനസ്സിലാകുന്ന. ഞാനിവിടെ നിൽക്കുന്നത് തൃശ്ശൂരാണല്ലേ, സുരേഷ് ഗോപിയുടെ മണ്ഡലം. നിങ്ങൾ വല്ലാത്ത ചതിയാട്ടോ ചെയ്തത്. കാരണം ഞാനൊക്കെ ഉണ്ടല്ലോ ഈ 2024 തെരഞ്ഞെടുപ്പിന് മുൻപ് വലിയ വായിൽ വർത്താനം പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന നോർത്ത് ഇന്ത്യൻസിനോടൊക്കെ. നിങ്ങൾ പറയുന്നത് പോലൊന്നുമല്ല എൻ്റെ നാട്, വർഗീയതയെ പടിക്ക് പുറത്ത് നിർത്തുന്ന നാടാണ്. ഒരൊറ്റ എണ്ണത്തിന് അവിടെ നിങ്ങോട്ട് അയക്കില്ല എന്ന് ഡൽഹിയിലൊക്കെ ഇരുന്ന് വലിയ വീരവാദം അടിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ മിണ്ടാറേ ഇല്ല. വലിയ ചതിയായി പോയിട്ടോ നിങ്ങൾ ചെയ്തത്. ഇത്രയും പേരൊക്കെ ഉണ്ടായിട്ടും, പ്രത്യേകിച്ചും തൃശ്ശൂരിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ നിൽക്കുന്ന മനുഷ്യർ, അത്രമേൽ വലിയ ബോധമുള്ള ആളുകൾക്ക് എന്തുകൊണ്ട് ആ രാഷ്ട്രീയത്തെ തിരുത്താൻ കഴിഞ്ഞില്ല എന്ന് ചോദിച്ചാൽ
ചിലപ്പോൾ എനിക്ക് തോന്നും നമ്മൾ അറിയാതെ ഈ സൈലൻ്റായിട്ടൊക്കെ തന്നെയും നമുക്കിടയിൽ ചില മാധ്യമങ്ങളെങ്കിലുമൊക്കെ ഈ പറയുന്ന സംഭവത്തെ ചെറുതായി ഇൻജക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ പറയുന്ന അതായത് ഈ ഉത്തരേന്ത്യയിൽ അതായത് 2014 ശേഷം ഉത്തരേന്ത്യയിൽ ആദ്യം ഉണ്ടായിരുന്നത് നിങ്ങളുടെ മതം എന്താണ് എന്ന് ചോദിക്കലായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താ ചോദിക്കാന്നറിയോ? നിങ്ങളുടെ ജാതി ഏതാണ്? മതമൊക്കെ കഴിഞ്ഞു, ഇപ്പൊ നിങ്ങളുടെ ജാതിയെക്കുറിച്ചാണ് സംസാരിക്കുക. അവിടെ ഇപ്പോ അതായത് ആ ഒരു ജാതി പ്രശ്നത്തിലേക്കാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ പോയിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ ആദ്യം എന്താ വിചാരിച്ചത്, ഇന്ത്യയിൽ ഈ രീതിയിലുള്ളൊരു ഡിവൈഡ് ഒന്നും ഉണ്ടാകില്ല എന്നാണെങ്കിൽ അത് മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട്, സമൂഹ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നല്ല വെട്ടിപ്പായി BJP അവരുടെ രാഷ്ട്രീയത്തെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ച, BJPയുടെ നിലവിലെ സംസ്ഥാന അധ്യക്ഷൻ മത്സരിച്ച തിരുവനന്തപുരം മണ്ഡലത്തിലെ കോർപ്പറേഷൻ വാർഡുകളിൽ 88 വാർഡുകളിൽ രാജീവ് ചന്ദ്രശേഖർ ഒന്നാമതാണ്. അത് നമ്മളത് ഗൗരവമായി അഡ്രസ് ചെയ്യേണ്ട വിഷയമാണ്. എത്ര നിയമസഭാ മണ്ഡലങ്ങളിൽ ഇപ്രാവശ്യം ഈ പറഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്ര നിയമസഭാ മണ്ഡലങ്ങളിൽ BJP 1ഉം 2ഉം സ്ഥാനങ്ങളിൽ വന്നിട്ടുണ്ട്? അതായത് നമ്മുടെ മണ്ണിൽ നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ വർഗീയതയെ ഇങ്ങനെ അകറ്റി നിർത്തുമെന്ന് പറയുമ്പോൾ പോലും എവിടെയോ ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അത് സമൂഹ മാധ്യമങ്ങൾ വഴിയും ഒക്കെ തന്നെയും വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് തന്നെയാണ്. പക്ഷെ അവിടെ എന്തുകൊണ്ടാണ് അവിടെ ഏറ്റവും വലിയ കൗണ്ടർ ചെയ്യാൻ പറ്റുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തന്നെയാണ്. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം അത് ആത്മാർത്ഥമായി ചെയ്യാൻ കഴിയും, അത് ഇടത് സംഘടനകൾക്ക് കഴിയും. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇടത് സംഘടനകൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു സെക്യുലർ മനോഭാവം, ആ സെക്യുലർ മനോഭാവത്തെ അങ്ങനെ തന്നെ പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയണം. അത് ഇപ്പം നമ്മൾ പറയില്ലേ, മാധ്യമങ്ങളെ വലിയ രീതിയിൽ നമ്മൾ അത്രയൊക്കെ വേണോ എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. വല്ലാതെ ഒരു സൈബർ അറ്റാക്കിലേക്കൊക്കെ പോയി അതിൻ്റെ ആവശ്യമുണ്ടോ? കുറച്ചുകൂടിയൊക്കെ പക്വത കാണിക്കണ്ടേ? എനിക്ക് തോന്നുന്നുണ്ട് കുറച്ചുകൂടിയൊക്കെ ഒരു പക്വതയോടുകൂടി നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. ശരിയാണ്, തെറ്റായ വാർത്തകൾ, വ്യാജ വാർത്തകളൊക്കെ ഓഡിറ്റ് ചെയ്യണം. ആ വ്യാജ വാർത്ത കൊടുക്കുന്ന മാധ്യമ പ്രവർത്തകരൊക്കെ തന്നെ വിമർശിക്കുകയും വേണം. പക്ഷേ നമ്മൾ വല്ലാതെ അതിനെ ഒരു അറ്റാക്കിംഗ് മോഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ മാധ്യമങ്ങൾ, അതായത് ഞാനൊക്കെ ജേർണലിസം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്, മാധ്യമങ്ങൾ എന്നാൽ പ്രതിപക്ഷത്തിന്റെ ധർമ്മം ചെയ്യണം. അത് കേരളത്തിലാണെങ്കിലും അത് ദേശീയ തലത്തിലാണെങ്കിലും പ്രതിപക്ഷ ധർമ്മം നിർവഹിക്കണം എന്നുള്ളതാണ്. അവരവരുടെ ജോലി ചെയ്യട്ടെ. പക്ഷേ നമ്മുടെ പ്രതികരണം അത് കുറച്ചുകൂടി പക്വതയുള്ളതായില്ലെങ്കിൽ ഈ പറയുന്നത് പോലെ നമ്മളിപ്പോൾ ഡൽഹിയിലോ അല്ലെങ്കിൽ മുംബൈയിലോ ഗുജറാത്തിലോ മഹാരാഷ്ട്രയിലോ ഈ പറഞ്ഞതുപോലെ മറ്റേത് ഉത്തരേന്ത്യൻ മധ്യപ്രദേശിലോ ഒക്കെ കണ്ടതുപോലെ കേരളത്തിലും ഈ പറയുന്നത് പോലെ ഒരു റൂട്ടുണ്ടാകും, ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു പിടി വീഴും. ആ പിടി വീഴുന്ന സമയത്ത് മാധ്യമങ്ങൾ അതായത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഒരു ഭാഗമാണ്. ആ ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന മാധ്യമങ്ങളെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടല്ല പോകേണ്ടത്, തിരുത്തി ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത് എന്നതാണ് എൻ്റെ അഭിപ്രായം. വിമർശനങ്ങൾ ഉണ്ടാകാം, വിയോജിപ്പുകൾ ഉണ്ടാകാം. പക്ഷേ തെറ്റുകൾ കാണുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ അത്ര വലിയ രീതിയിൽ അങ്ങ് പുഴുക്കുത്ത് വീണു പോയിട്ടൊന്നുമില്ല കേട്ടോ. 1ഓ 2ഓ പേരൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ നമുക്ക് എടുത്തു മാറ്റി അതിനെയൊക്കെ തിരുത്തി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നതേ ഉള്ളൂ, ഇല്ല എന്നുള്ളതല്ല. വല്ലാതെ അപഹസിക്കുന്ന ഒരു നിലയുണ്ടായാൽ അത് ദോഷകരമായി തന്നെ ആയിരിക്കും ഉണ്ടാവുക, അത് മാറുക. അതൊക്കെ അഫക്റ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ഈ നാടിൻ്റെ ഒരു സെക്യുലർ സ്വഭാവത്തെയും, ഈ പറയുന്നത് പോലെ ഇപ്പോൾ നമ്മൾ ആരെങ്കിലും അത് ചില മാധ്യമ പ്രവർത്തകർക്ക് BJPയുടെ ഓഫർ വരാറുണ്ട്. അതായത് ഇപ്പോൾ ഒരു ഇടതുപക്ഷ ചായ്വോട് കൂടിയൊക്കെ നിൽക്കുന്ന മാധ്യമ പ്രവർത്തകരാണെങ്കിൽ അവരെ ഒന്ന് വിമർശിച്ച് തുടങ്ങുന്ന സമയത്ത് BJPയുടെ സെൻട്രൽ ലീഡർഷിപ്പിൽ നിന്നൊരു കോള് വരും. കോള് വന്നിട്ട് പറയും, നിങ്ങൾക്ക് ഒന്നും വേണ്ട, വിമർശിക്കണ്ട, അനുകൂലിച്ച് പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഒന്ന് വിമർശിക്കാതിരുന്നാൽ ചില ഉപഹാരങ്ങളൊക്കെ കിട്ടും. പിടികൊടുക്കാതെ നിൽക്കുന്ന ഒരുപാട് മാധ്യമ പ്രവർത്തകരുണ്ട്, എനിക്കറിയാം. അതായത് നിങ്ങൾ വിമർശിക്കുന്ന പലരും തന്നെ ഈ പറയുന്ന വാഗ്ദാനങ്ങൾക്കൊന്നും പിടികൊടുക്കാതെ നിൽക്കുന്ന മനുഷ്യരാണ്. പക്ഷെ പിടികൊടുക്കുന്നവരും ഉണ്ട് കേട്ടോ, ഇല്ല എന്നുള്ളതല്ല. ചില ഇടങ്ങളും ഉണ്ട്, ഇല്ല എന്നുള്ളതല്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇതൊക്കെ ഒരു ചാനൽ തുടങ്ങുക, അല്ലെങ്കിൽ പണ്ടത്തെ ജേർണലിസം, ഞാനൊക്കെ ഒരു ജേർണലിസം തുടങ്ങുക എന്ന് പറയുന്നത് എൻ്റെയൊക്കെ സമയം, അല്ലെങ്കിൽ എൻ്റെയൊക്കെ കോളേജ് കഴിയുന്ന സമയത്ത് എനിക്ക് മറ്റേത് കോഴ്സ് വേണമെങ്കിലും തിരഞ്ഞെടുക്കാമായിരുന്നു.
പക്ഷേ മാധ്യമ പ്രവർത്തനം എന്നുള്ളത് 8ാം ക്ലാസ് മുതൽ തീരുമാനിച്ച തീരുമാനമാണ്. അതായത് 8ാം ക്ലാസ് മുതൽ മാധ്യമ പ്രവർത്തകയാവുക എന്ന തീരുമാനവുമായി ജേർണലിസം ആരംഭിച്ച വ്യക്തിയാണ് ഞാൻ. അത് ഇന്നത്തെ പോലെ ഒരു ഗ്ലാമർ പരിവേഷമല്ല. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പ്രിന്റ് മീഡിയക്കാണ്. അന്ന് ഇന്ത്യ വിഷൻ ഉണ്ട്, പക്ഷെ പ്രിന്റ് മീഡിയ ആണുള്ളത്. അപ്പോൾ എനിക്ക് പ്രിന്റ് മീഡിയയുടെ ഭാഗമായി നിൽക്കുക, ഈ പറഞ്ഞ പോലെ സ്വദേശാഭിമാനിയും അടിയന്തരാവസ്ഥ, കാരണം എൻ്റെ അച്ഛൻ വളരെ കടുത്ത ഒരു ഇടതനുഭാവിയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കേട്ടിട്ടുള്ളത് മുഴുവൻ, അല്ലെങ്കിൽ വായിച്ചറിഞ്ഞിട്ടുള്ളത് മുഴുവൻ ഇടത് പ്രസ്ഥാനങ്ങളെക്കുറിച്ചുള്ള, ഇടത് പ്രസ്ഥാനങ്ങളുടെ പോരാട്ടങ്ങളുടെ ഒക്കെ കഥയാണ്. 1970കളിൽ എൻ്റെ അച്ഛൻ്റെയൊക്കെ കോളേജ് ടൈമിൽ അവരൊക്കെ എങ്ങനെയാണ് ഈ അടിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രതികരിച്ചത് എന്നുള്ളതിനെക്കുറിച്ചും അച്ഛൻ എഴുതിയിട്ടുള്ള ലഘുലേഖകളെക്കുറിച്ചും, അച്ഛൻ അത്യാവശ്യം നന്നായി എഴുതുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ അച്ഛനൊക്കെ എഴുതിയിട്ടുള്ള ലഘുലേഖകളെക്കുറിച്ചും അന്നത്തെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്ന ഈ പാംഫ്ലെറ്റിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ഇൻസ്പിരേഷൻ്റെ ബേസിലാണ് ഒരു 8ാം ക്ലാസ്, അതായത് നമ്മുടെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങുന്ന സമയത്ത് എന്താകണം, ആരാകണം എന്ന ചോദ്യത്തിന്, അന്നത്തെ സമയത്ത് എൻ്റെയൊക്കെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങുന്ന സമയത്ത് ഈ എഞ്ചിനീയറിങ്ങും MBBSും വലിയ രീതിയിൽ ഹിറ്റായിരിക്കുന്ന, വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, എല്ലാ ഒരു ഇടത്തരം കുടുംബത്തിലെ ഒക്കെ തന്നെയും കുട്ടികളോട് നിങ്ങളൊരു എൻട്രൻസ് എഴുതണം, അത് എഞ്ചിനീയർ ആകണം, അല്ലെങ്കിൽ മെഡിസിന് പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് 8ാം ക്ലാസ്സിൽ നമുക്കൊക്കെ ടീച്ചർ ചോദിക്കുമല്ലോ. ഞാൻ സർക്കാർ സ്കൂളിലാണ് പഠിച്ചത്. അപ്പം അന്ന് ആ സമയത്ത് ടീച്ചർ ഇങ്ങനെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് ചോദിക്കും, ആരാവാൻ ആഗ്രഹം? അപ്പം ഓരോരുത്തരും ഇങ്ങനെ MBBS, കളക്ടർ, എന്ന് പറയുമ്പോൾ മാധ്യമപ്രവർത്തക എന്നാണ് ഞാനന്ന് പറയുന്നത്. അപ്പോൾ അത് മാധ്യമപ്രവർത്തനം ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് ഈ രാജ്യത്തെ ഫാസിസത്തിനെതിരെ നടത്തിയ മാധ്യമ പ്രവർത്തനം എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് കൊണ്ട്, എൻ്റെ അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ള മാധ്യമ പ്രവർത്തനത്തിന്റെ നേരും നെറിയും മനസ്സിലുണ്ടായിരുന്നത് കൊണ്ട്, ആ മാധ്യമ പ്രവർത്തനം ചെയ്യണമെന്ന് തീരുമാനിച്ചത് കൊണ്ട് തന്നെയാണ് മാധ്യമ പ്രവർത്തക ആകാൻ തീരുമാനിച്ചത്. ഇന്ന് ഈ നിമിഷം വരെ ആ മാധ്യമ പ്രവർത്തനം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒരു സംശയമില്ല, അതിൽ ഒരു തരത്തിലും വെള്ളം ചേർത്തിട്ടില്ല. ഇനി ഈ പറയുന്ന മാധ്യമ പ്രവർത്തനത്തിന് ഏതെങ്കിലും തരത്തിൽ കോംപ്രമൈസ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്ന അവസ്ഥയിൽ മാധ്യമ പ്രവർത്തനം അവസാനിപ്പിക്കും എന്നതിനപ്പുറത്തേക്ക് ഈ പറയുന്ന കോംപ്രമൈസിന് ഈ പറയുന്ന നില ഉണ്ടാകില്ല. അക്കാര്യം ഞാൻ ഈ വേദിയിൽ വെച്ച് ഉറപ്പ് പറയുന്നു. കാരണം മാധ്യമ പ്രവർത്തനം ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. പാപ്പരാസി ജേർണലിസ്റ്റോ ഷോ ബിസിനസിന്റെയോ ഭാഗമാകാൻ ഇനി അങ്ങോട്ടും ആഗ്രഹിക്കുന്നില്ല. ഇനി അങ്ങോട്ടും മാധ്യമപ്രവർത്തകയായി തന്നെയായിരിക്കും തുടരുക. ഈ കാലം പക്ഷേ ഷോ ബിസിനസിന്റെ കാലമാണ്, മാധ്യമപ്രവർത്തനത്തിന്റെ കാലമല്ല. കുറച്ചുകൂടിയൊക്കെ സ്പൈസും എരിവും പുളിയും ഒരു സീരിയലൊക്കെ അവതരിപ്പിക്കുന്നത് പോലെ ജേർണലിസം അവതരിപ്പിച്ചാൽ അത്യാവശ്യം റേറ്റിംഗും ഒക്കെ കിട്ടും എന്ന് കരുതുന്ന മാധ്യമ മുതലാളിമാരുടെയും മാധ്യമ പ്രവർത്തകരുടെയും ഗോഗോ വിളികളുടെയും കാലത്ത് ഞാൻ ഒട്ടും ഫിറ്റ് അല്ല. അതുകൊണ്ടാണ് കേരളത്തിലെ വിഷ്വൽ മീഡിയയിൽ നിന്ന് ഞാൻ പുറത്തുപോയത്. ഞാനിപ്പോൾ ഒരു ഓൺലൈൻ പോർട്ടൽ അല്ല, ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഇന്റർനാഷണൽ ന്യൂസ് ഏജൻസിയുടെ ഭാഗമാണ്. അത് മറ്റൊരു തലത്തിൽ നിൽക്കുന്നൊരു മാധ്യമ പ്രവർത്തനം കൂടിയാണ്. അതിലേറ്റവും ഞാൻ അതിന്റെ ഭാഗമാകുന്നത് മറ്റൊന്നുമല്ല, റെയ്നോൾഡ്സ് ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് അത്യാവശ്യം ലോകത്തിലെ തന്നെ ഡെമോക്രസിയെ കുറിച്ച് വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ആ ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു UK ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രാദേശിക ഈ പറയുന്നത് പോലെ ന്യൂസ് ഏജൻസി ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അവർക്ക് ഗോഗോവിളികൾ വേണ്ട, പേപ്പറാസ്തം വേണ്ട, അവർക്ക് ജേർണലിസം മതി. ജനങ്ങൾക്ക് ഉപകാരപ്രദമായി നിങ്ങൾക്ക് ജേർണലിസ്റ്റ് എന്ത് ചെയ്യാൻ കഴിയും അത് ചെയ്താൽ മതി എന്ന ഒരു നിലയുണ്ട്. അപ്പോൾ ആ ഒരു ന്യൂസ് ഏജൻസിയുടെ ഭാഗമായാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. മാധ്യമപ്രവർത്തനം ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ ഒരു കേരളത്തിന് പുറത്തേക്ക് പോകുന്നത് ഞാൻ കുറ്റം പറയുന്നില്ല. 100 കോടിയും 200 കോടിയും മുതൽ മുടക്കിൽ ഒരു വ്യവസായമായി ആരംഭിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങൾക്ക് റേറ്റിംഗ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ മാധ്യമ സ്ഥാപനം നിലനിന്ന് പോവുക. ആ മാധ്യമ സ്ഥാപനത്തിനെങ്കിൽ മാത്രമേ നിലനിൽപ്പുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യാൻ കഴിയാത്ത മനുഷ്യർ ഈ പറയുന്ന ഷോ ബിസിനസ് നടത്തിയേ മതിയാവൂ. പാപ്പരാസി ജേർണലിസത്തിന് മാർക്കറ്റ് വളരെ കൂടുതലാണ്. ആ ജേർണലിസം വേണോ, യഥാർത്ഥ ജേർണലിസം വേണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.